കഴിക്കാത്ത ആൾക്കാർ ബീഫ് കിട്ടി കഴിഞ്ഞാൽ കഴിക്കും. ബീഫ് കിട്ടി ഞാൻ കഴിക്കും. ഞാൻ മദ്യം കഴിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ മദ്യം കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. ഉണ്ട്. അല്ല കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. ചോദിച്ചാൽ പന്നി കഴിക്കാമെന്ന് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദിച്ചാലുള്ള മറുപടി ഞാൻ പറഞ്ഞത് പന്നി കഴിക്കണവരുണ്ടാവും, കഴിക്കില്ല. അല്ല, എന്തുകൊണ്ടാണ് ഖുറാനില് പന്നി കഴിക്കണ്ടെന്ന് എഴുതി വെക്കുന്ന റീസൺ അതാണ് ചോദിക്കുന്നത്. അതിനൊരു റീസൺ അവർ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതാ ചോദിക്കുന്നേ. അതെ, നിങ്ങളുടെ റീസൺ എന്താ പന്നി റീസൺ? പന്നിയുടെ ഇറച്ചി നമുക്ക് കൊള്ളൂല. ഇവ ഷാപ്പിൽ വന്നാണല്ലോ, കള്ളു കുടിക്കത്തില്ല, ഇറച്ചി കഴിക്കത്തില്ല, മാറിയിരിക്കുള്ളൂ, മീൻ കഴിക്കും. അതിപ്പോ നമുക്ക് ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ കൂടുതൽ നമുക്കുള്ളത് ബീഫാണ്. പന്നി കഴിച്ചത്ര ഇല്ല, കൊളസ്ട്രോൾ കുറവായിരിക്കും, അത്രയും കുറവാണ്. പക്ഷെ എന്നാലും സാറേ വേറെ ഒന്നുമല്ല, നമുക്കത് കഴിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പിന്നെ പട്ടിനെ തൊടാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ? അല്ലല്ല, പട്ടിനെ തൊടാൻ പാടില്ല എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് പട്ടിയുടെ മൂക്കിന്ന് വരുന്ന ഒരു തരം നുണയുണ്ട്. അതാണ് പട്ടി കുരക്കുമ്പോ വരെ പട്ടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പാടില്ല. ഈ പറഞ്ഞ തലോടും അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നല്ല പറയണ വളർത്തുന്നവരുണ്ട്, വളർത്തുന്നവരുണ്ട്. പട്ടി ഇഷ്ടമാണോ? അല്ല, ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. ഒരു സമ്പ്രദായം ഇല്ല. അങ്ങനെ എത്ര കല്യാണം കഴിക്കാനുള്ള സമ്പ്രദായം ഇപ്പൊ ഇല്ല. ശ്രീകൃഷ്ണന്റെ കാലം കെട്ടിക്കൊണ്ടിരുന്ന് കൊലക്കെടുത്ത് തലക്കിട്ട് എന്നോട് ഞാൻ ചോദിച്ചു, ഇതേ ചോദ്യം ഒരാളോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് പോറ്റാൻ കഴിവുണ്ടോ, എത്ര മണി കേട്ടോ. അല്ല അത് ശരിയാണ്. അത് അല്ലല്ല ഇപ്പഴല്ല, അത് ഇതില് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടില്ലേ? ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലല്ല, പോറ്റാൻ കഴിവുണ്ടോ? നിങ്ങളെ കയ്യിൽ കാശുണ്ടോ? ആ പോറ്റാൻ കഴിക്കാൻ പാടില്ല. ഇപ്പത്തെ അല്ല ചേട്ടാ, മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ച എന്തോരം പെൺപിള്ളേർ കെട്ടിച്ചിട്ടുണ്ട്. ഉടക്കാൻ വേണ്ടിയുള്ള തീരുമാനം അല്ലാണ്ട് വേറെ നമുക്ക് ഇപ്പൊ നമുക്ക് പെണ്ണുങ്ങൾക്ക് പ്രായത്തിൽ 20-22 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ്. അതിപ്പോ നേരത്തെ അങ്ങനെ പിന്നെന്താ നേരത്തെ നിങ്ങൾ ഈ 18 വയസ്സിൽ ആളുകളെ കിടന്നേ? അങ്ങനെയല്ല, 18 വയസ്സ്. അത് അന്നത്തെ കാലത്ത് പഠിത്തം ഇല്ലാത്ത പിള്ളേരാണ്. 10 വർഷം മുമ്പ് തന്നെ അല്ലടാ, 10 വർഷം മുമ്പ് 18 വയസ്സിൽ ആളുകൾ പിള്ളേരെ കിട്ടാറുണ്ട്. എനിക്കറിയില്ല. അപ്പോഴും നമ്മൾക്ക് ഈ സമ്പ്രദായം 18 വയസ്സ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നിങ്ങൾക്ക് അറിവ് വെച്ചിട്ട് പിന്നെ എന്താ കെട്ടണം? ഇങ്ങനെ അറിവ് വെച്ചിട്ട് കെട്ടണമല്ലല്ലോ കേട്ടോ. അത് ഓരോരുത്തർ, ഞാൻ പറഞ്ഞേക്ക്, ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ നല്ലൊരു കുടുംബത്തിലോട്ട് ഒരു പെൺകൊച്ചിനെ കെട്ടിച്ചു വിടും. മനസ്സിലായോ? ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പെൺപിള്ളേരെ പിടിച്ച കെട്ടുണ്ടാവുമെന്ന് കെട്ടിച്ചു പറയുന്നത്. അയ്യാ, പറഞ്ഞ എല്ലാ അർത്ഥമൊന്നുമില്ല. പെൺപിള്ളേർ ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേർക്ക് എന്താണ്? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിങ്ങനെ ഈ 18 വയസ്സിന് മുമ്പ് എന്താ പിടിച്ച് കെട്ടിക്കണേ ചോദിച്ചു. അവരെ പിടിച്ച കെട്ടാത്ത പ്രായമാകുമ്പോൾ പിടിച്ച് കെട്ടിക്കും. അല്ലല്ല, അതൊക്കെ തോന്നുന്നില്ല. ഇപ്പത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ചേട്ടൻ. ജില്ലു പറഞ്ഞ കറക്റ്റ് കാര്യം. ഇപ്പോഴത്തെ പിള്ളേരെ എങ്ങനെ അറിയുമോ? അത് കാര്യം മനസ്സിലായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് 18 വയസ്സ് ചെറിയ വയസ്സിൽ കെട്ടി അവരവിടെ മോളിക്ക് പിടിച്ചിടും. അവനവന്റെ പാട് നോക്കി പോകും, 2 പിള്ളേരെ കൊടുത്തിട്ട്. അപ്പൊ പെൺപിള്ളേർക്ക് മനസ്സിലായി ഈ പണിയോട് നടക്കുന്നത്. പേര് വിളിക്കാൻ അത് വേണ്ട, അവര് കെട്ടിക്കോട്ടെ. അല്ല, ഇപ്പത്തെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഡ്രൈവർക്ക് പോലും ഒരു പെൺകൊച്ചിനെ കൊടുക്കുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ പറയണു, ഞാൻ ഡ്രൈവറാണ്. ചേട്ടൻ കല്യാണം കഴിച്ചല്ലേ, പിന്നെ മിണ്ടിപ്പോയിരുന്നു. എന്റെ കാര്യമല്ല പറഞ്ഞ ചേട്ടാ. ഇനി വരുന്ന ഒരു തലമുറ ഒരു ഡ്രൈവർക്ക് പോലും ഒരു പെൺകൊച്ചിനെ കൊടുക്കില്ല. കൊടുക്കൂല. ഇനി വിദ്യാഭ്യാസം, മെയിനായിട്ട് വിദ്യാഭ്യാസം, പെൺകൊച്ചുങ്ങൾക്ക് വിദ്യാഭ്യാസം, അത് നമ്മളവിടെ സ്ഥലത്ത് കാണുന്നില്ല കേട്ടാ. ഒരു പെൺകൊച്ചിനെ കെട്ടിച്ചു വിട്ട് ആ വീട്ടിലെ അവസ്ഥ തന്നെ അത് അമ്മായി പോലായിരിക്കും, ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടില് രണ്ടാമത് അവരുടെ ഹസ്ബൻഡിന് ഇതായിരിക്കും. എല്ലാവരും നമ്മളെ പോലെ ആവോ? അതാണ് ഞാൻ നിങ്ങളോട് നമ്മുടെ ബിഗ് ബോസിൽ വെച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. അതിന് നിങ്ങളെല്ലാവരും തന്നെ എതിർത്ത സാധനം ഉണ്ട്. അറിയോ? സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ സ്വന്തം കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയായാലും മോഹിച്ച പെണ്ണായാലും. പക്ഷെ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നോട് ഇത് പറഞ്ഞു,
ശരിക്കും നിങ്ങൾ വീട്ടിലേക്ക് ഒരു പെണ്ണെ കെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും ഈ പെണ്ണും തമ്മിൽ ചേരല്ല, നിങ്ങൾ എന്ത് ചെയ്യും? ചേരള എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറി താമസിക്കാതിരിക്കാം. അപ്പൊ അച്ഛനെ നിങ്ങൾ മാറ്റി നിർത്തിയാ? അതേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം നിങ്ങൾ കെട്ടിയോളെ മാറ്റി നിർത്തില്ല, അച്ഛനെ മാറ്റി നിർത്തും അല്ലേ? അച്ഛനെ മാറ്റി നിർത്തിയിട്ട് പോകും അല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ മാറ്റി നിർത്തും. അത് നമ്മുടെ ഭാര്യ നമുക്ക് വേണം അല്ലേ? പിന്നെ അടുത്ത് പറഞ്ഞു സ്വന്തം കൂടപ്പുറപ്പായി എന്ന് പറഞ്ഞു. നിങ്ങൾ എത്രയോ കൂടപ്പുറപ്പുകൾ തമ്മിൽ സ്ഥലത്തിനുള്ളിൽ വെട്ടിമുട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും 100% ഉറപ്പ്. ഇല്ലേ? 100% ഉറപ്പ്. പിന്നെ അതില് നല്ല എന്താ പറയുക, നല്ല കുടുംബത്തിൽ വെച്ച പെൺകൊച്ചുങ്ങള്, അതായത് നല്ല സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ, അവരൊക്കെ നല്ല ആൾക്കാരും ഉണ്ട്. അല്ല ഇല്ല എന്നല്ല പറഞ്ഞേ. എല്ലാവരും